ഇതാ ബാലുവിന്റെ അനിയനടാ. നീ വണ്ടി എടുക്ക്. ഞാൻ മൈക്കിൾ. നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ചെയ്യണം. അവനെ വെറുതെ വിട്. ഇനി നീ നിലവിളിച്ചാ നിന്നെ ഇവിടെ വെച്ച് ഞാൻ തീർക്കും. നിങ്ങളുടെ കാവിലൊരു കല്ലുണ്ട്, എനിക്കത് അവിടെ നിന്ന് എടുത്തു തരണം. സമ്മതം. നീ അവിടെ നോക്കിക്കോ, ഞാൻ അവിടെ നോക്കാം. അമ്പു, എന്താ നിനക്ക് ഇത് പറ്റി? എടാ എന്ത് പറ്റിടാ നിനക്ക്? എടാ എനിക്കൊന്നും ഓർമ്മയില്ല. നിനക്കൊന്നും ഓർമ്മ കാണില്ല. ആ കല്ല് പോയി കിട്ടി, അത്രേ ഉള്ളൂ. പോയോ? ആ പോയി. ഇനി കിടന്ന് വഴക്കൊണ്ടൊക്കെ ഇടുന്ന കാര്യം. പിന്നെ എന്ത് കാട്ടാനാ? എടാ മിണ്ടാടാ, മൈക്കിളാ. ഹലോ, എന്തായി? ആ കല്ലെടുത്ത? ഇല്ല. ഇല്ലേ? അതെന്താ? ഞങ്ങൾ പോയിരുന്നു, പക്ഷേ കല്ലെടുത്തത് അമ്പുവാണ്. കല്ലെടുത്തു കഴിഞ്ഞ് അവൻ്റെ സ്വഭാവം മാറി. പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കായിട്ട് അങ്ങനെ കല്ലെവിടെയോ മിസ്സായി. അപ്പൊ അവൻ ഈ നാട്ടുകാരനല്ലേ? അല്ല, അവൻ ചെറുപ്പത്തിൽ ഈ നാട്ടിലേക്ക് വന്ന. ആ കല്ല് ആ നാട്ടിലുള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. വേറെ ആരെങ്കിലും ആ കല്ലെടുത്താൽ അവന്റെ സുഹൃത്തുക്കളെല്ലാം അവന്റെ ശത്രുക്കളായി മാറും. 2 ദിവസം കൂടെ നിങ്ങൾക്ക് ഞാൻ സമയം തരും. എനിക്ക് ആ കല്ല് കിട്ടിയേ പറ്റും, അല്ലെങ്കിൽ ഞാനിവനെ കൊല്ലും. ഞാനിനി അമ്മയോട് എന്ത് പറയടാ? നീ വിഷമിക്കേണ്ട, കല്ല് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാനാ? എല്ലാത്തിനും കാരണം വേണ്ട. ഞാനോ? പിന്നെ നീയല്ലാതെ നിന്നെ കൊണ്ട് ദോഷങ്ങളുടെ ഗുണങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അതേടാ, എന്നെ കൊണ്ട് ഇപ്പം നിനക്ക് ദോഷങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ആ കല്ല് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ എനിക്കറിയാതെ കണ്ടുപിടിക്കാൻ. ഞാൻ കൊണ്ടുവരും. എന്താടാ പോവല്ലേ? എന്താടാ നിനക്ക്? എല്ലാത്തിനും കാരണം വേണ്ട. നിന്നെ കൊണ്ട് ദോഷങ്ങളുടെ ഗുണങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ആ കല്ല് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ എനിക്കറിയാതെ കണ്ടുപിടിക്കാൻ. ഞാൻ കൊണ്ടുവരും. എന്താടാ ഒറ്റയ്ക്കിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. പറ, എന്താ? ഞാനൊന്നും ഒറ്റയ്ക്കല്ലേ. എനിക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ഇപ്പത്തെ കൂട്ടുകാരും ഇല്ല. ഞാനൊന്നും ഒറ്റയ്ക്കല്ല. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഒന്നുമില്ല. പറയുന്നില്ലെങ്കിൽ വേണ്ട. പിന്നെ നീ തന്ന കത്ത് ഞാൻ വായിച്ചു. എന്ത് കോഴിയാടാ നീ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇനി കോഴത്തിലൊന്നും കാണിച്ചില്ലെങ്കിൽ നിന്റെ കൂടെ എന്നും ഞാൻ കാണും. എടാ പൊട്ട, എനിക്ക് നിന്നെ ഇഷ്ടമാണ്.
പറയാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഈ കർത്തവ ദിവസം ഇവിടെ ആരും വരാത്ത എന്താന്ന്? ഈ കാവില് ഒരുപാട് പ്രത്യേകതകളുള്ള വിലമതിക്കാനാവാത്തൊരു കല്ലുണ്ട്. ആ കല്ല് കറുത്തവാവ് ദിവസം പ്രകാശിക്കും. അതാരും കാണാതിരിക്കാൻ വേണ്ടിയാണ് പൂർവികന്മാർ പറഞ്ഞു വരുത്തിയത് കറുത്തവാവ് ദിവസം ഇവിടെ ആരും വരരുതെന്ന്. താൻ പറഞ്ഞ സത്യമാണോ? എനിക്ക് കള്ളം പറയേണ്ട ആവശ്യം എന്താണ്? കല്ല് പ്രകാശിക്കണമെങ്കിൽ കയ്യിൽ തീ വേണം. നീ എവിടെ പോകുന്നു? ഓക്കേ, ഞാൻ പറയാം. നിങ്ങളെ ബുള്ളറ്റ് പണി കയറ്റിട്ട് എന്തിനായി? ബുള്ളറ്റ് ഞാൻ ഇറക്കടാ. അത് പണി ഞാൻ ഇറക്കി കൊള്ളാം. എത്ര രൂപയായി? ഒന്നായോളാം. ഒന്നായോളാം. ഒന്ന് ആയോളെന്ന് നോക്കിയാൽ എന്തിന് ഉള്ളതല്ലേ? ഒന്നിന്റെ കാര്യം വേടാ ഉണ്ണി. ഇന്നലെ രാത്രി ഒരു 10:30 അടി വയറ്റിലൊരു ശങ്ക എടുക്കാൻ. പിന്നത് അങ്ങനെ ഞാൻ നോക്കി അങ്ങ് ഇറങ്ങി ഡോർ ഇങ്ങനെ അങ്ങ് തുറന്നു. ഇപ്പോഴാണ് കളി. ഒരു 5 പേര് ഈ എന്നിലുള്ള വടിവാളുമായിട്ട്. എന്നിട്ടാ ഞാൻ പഴയ കളരികളുടെ കളരി ഇല്ല ആദിയുടെ ദോണ്ടാ. അവൻ ഒറ്റക്കിട്ടേ വെറുതെ വിടണോ? വെറുതെ ഇവിടെ ഉണ്ടല്ലേ? വേണ്ട. വാടാ മക്കളെ. അങ്ങനെ അങ്ങ് പോയാലും നിന്റെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് എനിക്ക് നേരമില്ല. എനിക്ക് പോകണം. നീ പൊക്കോ, പക്ഷെ ഇത് മേടിച്ചിട്ട് നീ ഇങ്ങോട്ട് എഴുന്നേറ്റാ. പിന്നെ കൊന്നിട്ട് പോടാ അണ്ണാ. എന്താടാ അവൻ പോയണ്ണാ. അവൻ പോട്ടടാ. അങ്ങനെ വിടണോ? എനിക്കിനി അടി കൊള്ളാൻ വയ്യടാ. അണ്ണനല്ലേ പറഞ്ഞ അണ്ണൻ പഴയ കളരിയാണെന്ന്. കളരിയൊക്കെ തന്നെടാ, പക്ഷെ അവന് മർമ്മം അറിയാറുന്നടാ. ഒരുത്തന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അമ്മേ, എന്താ മോനെ? ആദിയില്ലേ? ഇല്ലല്ലോ. അനന്തം വന്നില്ല ഏട്ടാ? ഇല്ല, ഞാൻ അവനെ കണ്ടില്ല. അവൻ ഇങ്ങോട്ട് വന്നതേ ഇല്ല മോനെ.
ഹലോ ഹലോ